നമസ്കാരം, എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ DNA ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഈ 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസിനകത്ത് നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദുവിന്റെ ബിസിനസ് ലൈൻ ന്യൂസ് പേപ്പറിൽ നിന്നുള്ള ആർട്ടിക്കിൾസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ പറഞ്ഞ ഈ 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്ന് ഒരു പ്രിലിംസിന്റെ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ 100th ലോഞ്ച് ഓഫ് ISRO ആണ്. ISROയുടെ 100ാമത്തെ വിക്ഷേപണം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സ്പേസ് ടെക്നോളജിയുടെ പെർസ്പെക്ടീവ് നമുക്ക് കൃത്യമായിട്ട് അവിടെ പഠിക്കാനുണ്ട്. എസ്പെഷ്യലി പ്രിലിംസിന്റെ പെർസ്പെക്ടീവ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു 100th ലോഞ്ച് ISRO ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു GSLV റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. GSLVയെ കുറിച്ചിട്ട് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ ആർട്ടിക്കിൾ കേരളവുമായിട്ടും ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഇ-വേ ബിൽ ഫോർ ഗോൾഡ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡിനെ നമ്മൾ ഇ-വേ ബില്ലിൽ നിന്നും ഒഴിവാക്കിയിരുന്ന ഒരു കമ്പോണന്റ് ആണ്. പക്ഷെ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ GST കൗൺസിൽ യോഗം കൂടിയപ്പോൾ ഗോൾഡിനെ കൂടെ ഇനി മുതൽ ഇ-വേ ബില്ലിലേക്ക് ആഡ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ GST കൗൺസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ റെക്കമെൻഡേഷൻ മുൻനിർത്തി ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഗോൾഡിന്മേൽ ഇ-വേ ബില്ല് നടപ്പാക്കാൻ പോകുന്നത്. അതാണ് കേരളം ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. സോ ആ ഒരു ടോപ്പിക് എക്കണോമിക്സിന്റെ പെർസ്പെക്ടീവിൽ നമുക്ക് ആ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ദെൻ മൂന്നാമത്തെ ടോപ്പിക്കും എക്കണോമിക്സിന്റെ പെർസ്പെക്ടീവ് തന്നെയാണ്. കാർഡ് ടോക്കണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന് വളരെയധികം ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ കാർഡ് ടോക്കണൈസേഷൻ. ദെൻ ഫോർത്ത് ടോപ്പിക്ക് ഒരുപക്ഷെ ഇന്നലെ നിങ്ങൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും. മഹാകുംഭമേളയുടെ സമയത്ത് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. ഏകദേശം 60 പേരോളം ഈ പറഞ്ഞ പോലെ ആ ഒരു ആക്സിഡന്റിലുള്ള ഏകദേശം ഈ പറഞ്ഞ പോലെ മുപ്പതിനോളം പേർക്ക് 30+ ആളുകൾക്ക് ഈ പറഞ്ഞ മരണം അടയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഗവേണൻസിന്റെ പെർസ്പെക്ടീവും അതുപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്ടീവ് അതൊരു മാൻമേഡ് ഡിസാസ്റ്റർ ആണ്. അപ്പം ഇത്തരത്തിൽ സ്റ്റാമ്പേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാൻമേഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്ടീവ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഇത്രയും ടോപ്പിക്കിന് ശേഷമായിരിക്കും നമ്മൾ പ്രിലിംസ് ബേസ് MCQ സോൾവ് ചെയ്ത് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ഇൻ ISRO's 100th ലോഞ്ച് GSLV F-15 ലിഫ്റ്റ്സ് ഓഫ് വിത്ത് നാവിക് സാറ്റലൈറ്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാം. ഈ 100ാമത്തെ വിക്ഷേപണം നമ്മൾ ഉപയോഗിച്ചത് GSLV റോക്കറ്റ് ആണ്. ഓൾറെഡി ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിക്ഷേപണം നമ്മൾ ഉപയോഗിച്ചത് നാവിക് എന്ന് പറയുന്നത് നാവിഗേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ ഈ ഒരു നാവികിന്റെ സാറ്റലൈറ്റ് NVS-02 എന്നുള്ള സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ ഈ ഒരു വിക്ഷേപണം ഉപയോഗിച്ചതെന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കാം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100th ലോഞ്ച് ഉപയോഗിച്ച GSLV റോക്കറ്റിനെ കുറിച്ചാണ്. ബിക്കോസ് GSLV റോക്കറ്റിനെ കുറിച്ച് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിലേക്ക് ഞാൻ വരുന്ന മുമ്പ് ഈ പറഞ്ഞ രീതിയിൽ GSLV കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താണ് ലോഞ്ച് വെഹിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഞ്ച് വെഹിക്കിൾ ഇസ് എ റോക്കറ്റ് പവർഡ് വെഹിക്കിൾ ദാറ്റ് ട്രാൻസ്പോർട്ട്സ് സ്പേസ് ക്രാഫ്റ്റ് ബിയോണ്ട് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന് പുറത്തേക്ക് ഒരു സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ ആണ്. റോക്കറ്റ് പവർഡ് ലോഞ്ച് വെഹിക്കിൾ ആണ് നമ്മൾ ഇത്തരത്തിൽ ലോഞ്ച് മോഡ് വെഹിക്കിൾസ്. അത് PSLV ആകാം അല്ലെങ്കിൽ GSLV ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. അതിങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ ഏതൊരു ഈ പറഞ്ഞ ഇൻറ്റു ആൻ ഓർബിറ്റ് അറൌണ്ട് ദി എർത്ത് ആകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അനദർ ഡെസ്റ്റിനേഷൻ ഔട്ടർ സ്പേസ് ആകാം. അതായത് എന്താ പറയുക ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹയർ എർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ജിയോ സിൻക്രോണസ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റുകളിലേക്കൊക്കെ വേണമെങ്കിലും ഇത് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ GSLV എന്ന് പറഞ്ഞ പേര് തന്നെയുണ്ട്. ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. ഏകദേശം 36,000 കിലോമീറ്റർ മുകളിലുള്ള ഈ ലോഞ്ച് ഓർബിറ്റിലേക്കായിരിക്കും GSLV പ്രധാനമായിട്ടും സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യുന്നത്. നേരെ തിരിച്ച് PSLV നമ്മൾ വാർത്ത കേൾക്കാറുണ്ട്. PSLV എന്ന് പറഞ്ഞാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് ആണ്. അത് കൂടുതലും ലോ എർത്ത് ഓർബിറ്റുകളിലേക്കൊക്കെയാണ് കൂടുതലും സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാറുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. റീസെന്റ് നമ്മൾ ആ ഒരു സ്പേഡെക്സ് മിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്പേഡെക്സ് മിഷൻ എന്ന് പറയുന്ന PSLV റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. ബിക്കോസ് അത് ലോവർ ഓർബിറ്റിലേക്കാണ് 472 കിലോമീറ്റർ അത്രയും മാത്രം ദൂരത്ത് അകലെയുള്ള ഓർബിറ്റിലേക്കാണ് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അങ്ങനെയല്ല, 36,000 കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റിലേക്കായിരിക്കും GSLV ഓർബിറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഇത് 4th ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസ് ആണ്. ബിക്കോസ് ഇതിനു മുമ്പ് നമുക്ക് പല കാറ്റഗറി ഓഫ് ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. അതിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ PSLV എന്ന് പറയുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ ഇത് യൂസ് ചെയ്ത് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്ത ചന്ദ്രയാൻ ഇപ്പം 3 നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ചന്ദ്രയാൻ 2 തൊട്ടിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തതാണ് ഈ ഒരു GSLV. അതേ സ്ഥാനത്ത് ചന്ദ്രയാൻ 1 ജസ്റ്റ് ചന്ദ്രയാൻ മാത്രമാണ് അറിയപ്പെടുന്നത്. ആ ചന്ദ്രയാൻ വിക്ഷേപണം നമ്മൾ നടത്തിയ PSLV ഉപയോഗിച്ചിട്ടാണ്. ചന്ദ്രയാൻ PSLV ചന്ദ്രയാൻ 2 and 3 വാസ് യൂസിങ് GSLV റോക്കറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അപ്കമിംഗ് ആയിട്ട് ചന്ദ്രയാൻ 4 നമുക്ക് വരാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഈ പിക്ചറിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് GSLV റോക്കറ്റ്. ഈ പിക്ചറിൽ കാണുന്നതാണ് GSLV റോക്കറ്റ് എന്ന് പറയുന്നത്. ആ റോക്കറ്റ് നോക്കി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 3 സ്റ്റേജ് വെഹിക്കിൾ ആണ് വിത്ത് 4 ലിക്വിഡ് സ്ട്രാപ്പോൺസ്. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ലിക്വിഡ് സ്ട്രാപ്പോൺസ്. ഒരെണ്ണം കൂടെ ആ സൈഡിലുണ്ട്. 4 ലിക്വിഡ് സ്ട്രാപ്പോൺസ് ആണ് ബേസിക്കലി ഉള്ളത്. ഇനീഷ്യലി ക്രയോജനിക് സ്റ്റേജസ് ഫ്രം റഷ്യൻ ടെക്നോളജി വാസ് യൂസ്. ലേറ്റർ ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻഡിജനസി. അതായത് ഇതിൽ തന്നെ GSLV Mark 1 Mark 2 Mark എന്നൊക്കെ കാണുമല്ലോ. അതിൽ GSLV Mark 1 എന്ന് പറയുന്നത് നമ്മൾ റഷ്യൻ ക്രയോജനിക് ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് GSLV Mark 2 തൊട്ടിട്ടാണ് നമ്മൾ ഇൻഡിജനസ് ആയിട്ടുള്ള ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങിയ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ,
സോ ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇത് 3 സ്റ്റേജ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സോളിഡ് റോക്കറ്റ് മോട്ടർ ആണ്. ഇവിടെ നിങ്ങൾക്ക് മെയിൻലി കാണാൻ സാധിക്കും, ഇതാണ് സോളിഡ് റോക്കറ്റ് മോട്ടർ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സ്റ്റേജിനകത്ത് സോളിഡ് റോക്കറ്റ് മോട്ടർ പവേർഡ് ആണ്. അതിനെ സഹായിക്കുന്നതിനായിട്ട് 4 ലിക്വിഡ് സ്ട്രാപ്പോൺസ് ഉണ്ട്. സ്ട്രാപ്പോൺ റോക്കറ്റ്സ് ആണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വികാസ് എഞ്ചിൻ ആണ്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് യൂസിങ് ക്രയോജനിക് അപ്പർ സ്റ്റേജ് പ്രൊജക്ട് ആണ്. അപ്പോൾ ഇതിനകത്ത് ക്രയോജനിക് എഞ്ചിൻ ടെക്നോളജി ഉപയോഗിക്കുന്നത് തേർഡ് സ്റ്റേജ് അഥവാ അപ്പർ സ്റ്റേജിലാണെന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ടൊന്ന് മറക്കാതെ പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ ഓർത്ത് വെച്ചേക്കാം. ഇനി ഈ GSLV റോക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേപ്പബിൾ ഓഫ് പ്ലേസിംഗ് അപ് ടു 6 tons ഓഫ് പേലോഡ്, 6 ടൺ വഹിച്ചുകൊണ്ട് പോയി ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ലോവർ ഓർബിറ്റ് ആണെങ്കിൽ 6 tons ഈ പറഞ്ഞ പോലെ പേലോഡ് കപ്പാസിറ്റി വഹിച്ച് പോകാനായിട്ട് സാധിക്കും GSLVക്ക്. ഇനി അതേ സ്ഥാനത്ത് ജിയോ സിൻക്രോണസ് ഓർബിറ്റിലേക്കാണെങ്കിൽ നമുക്ക് ഏകദേശം 2250, അതായത് 2.25 ടൺ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഉള്ള സാറ്റലൈറ്റുകളെ നമുക്ക് ജിയോ സിൻക്രോണസ് ഓർബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. GSLV വെച്ച് പോളാർ സാറ്റലൈറ്റ് ലോവർ ഓർബിറ്റിലേക്കാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ 6 ടൺ വഹിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ജിയോ സിൻക്രോണസ് ഓർബിറ്റിലേക്കാണ് പോകണമെങ്കിൽ 2.25 ടൺ ഉള്ള സാറ്റലൈറ്റിനെ വഹിക്കാനായിട്ടും അതിന് സാധിക്കും എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി ക്രയോജനിക് എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ മോർ എഫിഷ്യന്റ് ആണ് കമ്പയർഡ് ടു അവർ നോർമൽ ലിക്വിഡ് പ്രൊപ്പല്ലന്റ് റോക്കറ്റ് എഞ്ചിൻസിന് ഉപയോഗിച്ചിട്ട് കൂടുതൽ എഫിഷ്യന്റ് ആണ് ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഭാരം വഹിച്ച് പോകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ ഈ ഒരു വാർത്തയിലേക്ക് തിരികെ വരാം. ഇതിൽ നമ്മൾ നാവിക് എന്ന് പറയുന്ന ആ ഒരു ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിലേക്കുള്ള സാറ്റലൈറ്റ് ആണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. PYക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നാവിക് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നാവിക് എന്ന് പറയുന്ന ഇവിടെ ഈ പാരഗ്രാഫ് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. നാവിക് ഈസ് ഇന്ത്യസ് ഇൻഡിപെൻഡന്റ് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇപ്പൊ നമ്മൾ GPS ആണ് ഉപയോഗിക്കുന്നത്. GPS ആണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അത് മെയിൻലി ഈ പറഞ്ഞ പോലെ US ആണ്, നാസയുടെ അല്ലെങ്കിൽ US ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ആണ് GPS എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ആണ് നാവിക് എന്ന് പറയുന്നത്. നിലവിൽ പക്ഷെ നമുക്കത് എന്താ പറയുക ഒരു സിവിലിയൻ പർപ്പസിനായിട്ട് അങ്ങനെ ഉപയോഗിച്ച് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഉപയോഗിക്കാൻ കിട്ടിയേക്കും. ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില മാർഗ്ഗങ്ങളിലേക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് നാവിക് എന്ന് പറയുന്നത് പ്രൊവൈഡ് 2 ടൈപ്സ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഒന്ന് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസും, രണ്ട് റെസ്ട്രിക്റ്റഡ് സർവീസസും. റെസ്ട്രിക്റ്റഡ് സർവീസ് മെയിൻലി പറഞ്ഞ ആർമി അല്ലെങ്കിൽ മിലിറ്ററി പർപ്പസുകൾക്കൊക്കെയാണ് മെയിൻലി കൊടുക്കാറുള്ളതും. സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് ആയിട്ട് നമ്മുടെ ഫിഷർമാൻ കടലിൽ പോകുമ്പോഴേക്കും അവരുടെ പൊസിഷനിങ് ഒക്കെ കൃത്യമായിട്ട് അറിയാനായിട്ടൊക്കെ തന്നെ നാവിക സഹായിക്കാറുണ്ട്. ഇങ്ങനെയുള്ള നിലവിൽ 2 സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി ഈ നാവിക് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ഇതിന്റെ സൗകര്യം കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് ടു യൂസേഴ്സ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് റീജിയൻസ് എക്സ്റ്റെൻഡിങ് അബൌട്ട് 1500 കിലോമീറ്റർ ബിയോണ്ട് ഇന്ത്യസ് ലാൻഡ് മാസ്. ഇന്ത്യയുടെ ലാൻഡ് മാസിന് അവിടുന്ന് ഈ പറഞ്ഞ 1500 കിലോമീറ്റർ അകലെ വരെ നമുക്ക് ഏത് കിട്ടാൻ സാധിക്കും, നാവികിന്റെ സേവനങ്ങൾ കിട്ടാനായിട്ട് സാധിക്കും. അതിനപ്പുറത്തേക്ക് കിട്ടത്തില്ല. ആ പോയിന്റുകളൊക്കെ പ്രിലിംസിന് ഓർത്തിരിക്കണം. ബിക്കോസ് അങ്ങനെയൊക്കെയുള്ള പോയിന്റുകളൊക്കെ വെച്ചിട്ട് പ്രിലിംസിന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ നമുക്ക് ISROയുടെ അപ്കമിംഗ് ആയിട്ടുള്ള മിഷൻസ് വളരെയധികം പ്രത്യേകതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിസാർ, ഇതാണ് ഏറ്റവും കൂടുതൽ ഇനി പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു മിഷൻ. നിസാർ എന്ന് പറയുമ്പോൾ നാസയുടെയും ISROയുടെയും ചേർന്നുള്ള ഒരു മിഷനാണ്. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ മിഷൻ ആണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഈ രണ്ട് രാജ്യങ്ങളിലെ സ്പേസ് ഓർഗനൈസേഷൻ US-ന്റെയും ഇന്ത്യയുടെയും അതുപോലെ നാസയും ISROയും കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു മിഷനാണ് നിസാർ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ISRO ഇനി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കാം. അവിടെ ലോഞ്ച് ചെയ്യുന്ന GSLV റോക്കറ്റ് ആണ്. GSLV F-60 എന്ന് പറയുന്ന റോക്കറ്റ് ആയിരിക്കും അവിടെ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. പ്രിലിംസിന്റെ പെർസ്പെക്ടീവിൽ വളരെയധികം പോയിന്റ്സ് ആവശ്യമുണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണിത്. ഓക്കെ, so then moving on to next topic. നെക്സ്റ്റ് ടോപ്പിക് ഇ-വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇ-വേ ബിൽ നൗ മാൻഡേറ്ററി ഫോർ മൂവിംഗ് ഗോൾഡ് വിത്തിൻ കേരള എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇ-വേ ബില്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ഇ-വേ ബിൽ എന്ന് ചോദിച്ചാൽ ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക് വേ ബില്ലാണ്. ഇലക്ട്രോണിക് വേ ബില്ലിന്റെ ഷോർട്ട് ഫോം ആണ് ഇ-വേ ബിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി പെർമിറ്റ്, അതായത് നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സമ്മതം എന്ന് നൽകുന്ന ഒരു പെർമിറ്റ് ആണ് ആക്ച്വലി ഇ-വേ ബിൽ എന്ന് പറയുന്നത്. ഇ-വേ ബിൽ എന്തിനൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ബോത്ത് ഫോർ ഇന്റർസ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻട്രാസ്റ്റേറ്റ്. ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നത്. ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദാറ്റ് സ്റ്റേറ്റ്സ് ഇരിക്കും. അപ്പോൾ ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷനും ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് വർത്ത് മോർ ദാൻ 50,000. എല്ലാത്തരം ഗുഡ്സിന് വേണമെന്ന് വെച്ചാൽ വേണ്ട, 50,000 രൂപയ്ക്ക് മുകളിലേക്കുള്ള ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ മതി ഏത് ഈ ഇ-വേ ബിൽ എന്ന് പറയുന്നത്. ബോത്ത് ഫോർ ഇന്റർസ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻട്രാസ്റ്റേറ്റിന് ആവശ്യമാണ്. ഇവിടെ ഇ-വേ ബില്ലിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാകുക ചോദിച്ചാൽ ഈ കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ്, എന്താണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗുഡ്സ് എന്നുള്ളതുണ്ടാവും. പിന്നെ കൺസൈനർ, ആരാണ് അത് അയച്ചിരിക്കുന്നത്, ആരുടെ പക്കലേക്കാണ് അത് പോകുന്നത്, റെസിപ്പിയന്റ് ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങൾ, അതായത് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്, കൺസൈനർ, റെസിപ്പിയന്റ് ആൻഡ് ട്രാൻസ്പോർട്ടർ, ഈ 4 കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഇ-വേ ബിൽ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ ഇറ്റ് ക്യാൻ ബി ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ത്രൂ GSTN നെറ്റ്വർക്ക്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്കിലൂടെ നമുക്ക് ഇത് ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അന്നേരം നമുക്കൊരു യൂണീക് നമ്പർ കിട്ടും, യൂണീക് ഇ-വേ ബിൽ നമ്പർ കിട്ടും. ആ നമ്പർ ഉപയോഗിച്ചിട്ടാണ്, ആ നമ്പറിനകത്ത് ഈ പറഞ്ഞ പോലെ സപ്ലയറിന് ആ നമ്പർ അല്ലെങ്കിൽ ആ GST നമ്പർ ആർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ സപ്ലയറിന് കിട്ടും, റെസിപ്പിയന്റ് കിട്ടും, ട്രാൻസ്പോർട്ടറിന് കിട്ടും. എന്നിട്ട് ഇവരെല്ലാം ഈ ഡേറ്റാസ് കയ്യിലുണ്ടാണ്. എസ്പെഷ്യലി ട്രാൻസ്പോർട്ടറിന്റെ കയ്യിൽ ഈ ഡേറ്റാസ് ഉണ്ടാണ്, ഈ ബില്ലിന്റെ ഡേറ്റകളൊക്കെ ഉണ്ടാവണം. ബിക്കോസ്
ഇപ്പം നമുക്ക് നിലവിലെ ഫിസിക്കൽ ചെക്ക് പോസ്റ്റുകളൊന്നും ഇല്ല. അതിന് പകരം ഈ പറഞ്ഞ പോലെ വഴികൾ ഒരു പക്ഷേ റോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, GST എൻഫോഴ്സ്മെന്റിന്റെ വെഹിക്കിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇവര് ഒരു പക്ഷേ വരുന്ന ഗുഡ്സിന്റെ ഇ-വേ ബില്ല് ചോദിക്കും. ഇ-വേ ബില്ല് ഇല്ലെങ്കിൽ ഫൈനും കാര്യങ്ങളും അടിക്കാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. സോ ഇതിന് നിലവിൽ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ-വേ ബിൽ മസ്റ്റ് ബി റേസ്ഡ് ബിഫോർ ദ ഗുഡ്സ് ആർ ഷിപ്ഡ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങാൻ മുമ്പ് തന്നെ എന്ത് ചെയ്തിരിക്കണം, ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ ഓൺ ദ വേയിൽ അല്ല ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത്. ഗുഡ്സ് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ്, ആരാണ് അയക്കുന്നത്, കൺസൈനർ ആരാണ്, റെസിപ്പിയന്റ് ആരാണ്, ട്രാൻസ്പോർട്ടർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഇനി ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത കാരണം കൺസൈൻമെന്റ് ക്യാൻ ബി ഇന്റർസെപ്റ്റഡ് അറ്റ് എനി പോയിന്റ് ഫോർ ദ വെരിഫിക്കേഷൻ ഓഫ് ഇ-വേ ബിൽ. അതായത് GST എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എപ്പോൾ വേണമെങ്കിലും ഇത് പരിശോധിക്കാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. ഫോർ ഓർ ഇൻട്രസ്റ്റേറ്റ് ആൻഡ് ഇൻട്രസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ഇൻട്രസ്റ്റേറ്റ് ആയിക്കോട്ടെ ഇൻഡസ്ട്രേറ്റ് ആയിക്കോട്ടെ, ഇത്തരത്തിൽ വെരിഫിക്കേഷൻ പോസിബിൾ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി വെരിഫിക്കേഷൻ സമയത്ത് നമുക്ക് മതിയായ രേഖകൾ മീൻസ് ഇ-വേ ബിൽ കാണിക്കാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇ-വേ ബിൽ ഇല്ലാതെ നമ്മളൊരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇ-വേ ബിൽ ഇല്ലാതെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 50,000 രൂപയ്ക്ക് മുകളിലുള്ളതാണ്, അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ പെനാൽറ്റി ഓഫ് ₹10,000 ഓർ ടാക്സ് സോട്ട് ടു ബി ഇവേഡഡ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏതാണോ അത് നമ്മുടെ കയ്യിൽ നിന്ന് ലഭ്യ ചെയ്യാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇനി ഇതിന്റെ വാലിഡിറ്റി നോക്കുവാണെങ്കിൽ ഇവന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിനനുസരിച്ച് മാറുന്നത് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിന് തെറ്റായ രീതിയിൽ വാല്യൂ ഓഫ് ഗുഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് ചോദിക്കാം, അത് തെറ്റാണ്. ഡിസ്റ്റൻസ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവ ബില്ലിന്റെ വാലിഡിറ്റി ഇരിക്കുന്നത്. ടിപ്പിക്കലി ബില്ലിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 day ഫോർ എവറി 100 kilometers. അതായത് നമുക്ക് 1000 കിലോമീറ്ററിന് അകലെയാണ് കൊണ്ടുപോയി ഗുഡ്സ് കൊടുക്കണമെന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 ദിവസത്തേക്കുള്ള വാലിഡിറ്റി ആയിട്ടുള്ള ഇ-വേ ബില്ലായിരിക്കും കിട്ടുന്നത്. ബിക്കോസ് എവറി 100 കിലോമീറ്ററിന് 1 day വാലിഡിറ്റി ആണ് ഇ-വേ ബില്ലിനുള്ളത്. അങ്ങനെയാണ് ഇതിന്റെ ഇ-വേ ബില്ലിന്റെ വാലിഡിറ്റി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഇ-വേ ബില്ലിൽ നിന്ന് ജനറലി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റംസ് നമുക്ക് നോക്കാം. അവിടെയാണ് ഈ വാർത്തയ്ക്ക് ആവശ്യമുള്ളത്. ബിക്കോസ് പെരിഷബിൾ ഐറ്റംസ് സച്ച് ആസ് മീറ്റ്, മിൽക്ക് പ്രോഡക്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇവയ്ക്കൊന്നും സാധാരണ എന്ത് ആവശ്യമില്ല, ഇവ ബില്ല് ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർക്കാം. അതുപോലെ തന്നെ ഒരു ഐറ്റം ആയിരുന്നു ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറി. ഗോൾഡിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ ജൂലൈ മാസത്തിൽ നമ്മുടെ GST കൗൺസിലുള്ള GST ആയിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. GST കൗൺസിൽ ഗോൾഡിനെ ഈ പറഞ്ഞ രീതിയിൽ GST-യുടെ ഈ ഒരു ഇ-വേ ബിൽ സിസ്റ്റത്തിലേക്ക് ആഡപ്പ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. റെക്കമെൻഡേഷൻ സ്റ്റേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റെക്കമെൻഡേഷൻ പ്രകാരമാണ് കേരളം ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഗോൾഡിന്റെ മൂവ്മെന്റ് അത് ഇൻട്രാ സ്റ്റേറ്റ് വിതിൻ കേരളത്തിലൂടെ തന്നെ നടത്തുന്ന ഗോൾഡിന്റെ മൂവ്മെന്റുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന മൂവ്മെന്റുകൾ, എസ്പെഷ്യലി 50,000 രൂപയ്ക്ക് മുകളിലുള്ള ആണെങ്കിൽ, 50,000 അല്ല ഗോൾഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇതിന്റെ എമൗണ്ട് 10 ലക്ഷമാണ്. ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗോൾഡ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ് വിത്ത് എ വാല്യൂ ഓഫ് ₹10 lakh ആൻഡ് എബോവ് വിത്തിൻ ദ സ്റ്റേറ്റ് ഇൻട്രാ സ്റ്റേറ്റ് വിത്ത് എഫക്ട് ഫ്രം January 20. ഈ പറഞ്ഞ ഇ-വേ ബില്ല് ആവശ്യമായിരിക്കണം. അപ്പൊ ഇത് കേരളത്തിന്റെ നിയമപ്രകാരം സ്വർണത്തിന്റെ 10 ലക്ഷം രൂപ അതിന് മുകളിലേക്ക് മൂല്യമുള്ള ഗോൾഡ് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസ്ഫർ നടത്തുമ്പോഴേക്കും ഇനി മുതൽ ഇ-വേ ബില്ല് വേണം എന്നുള്ള കാര്യം ഓർക്കുക. അതാണ് ഞാനിവിടെ നൗ കേരള ആൻഡ് എക്സംഷൻ എഴുതിയിരിക്കുന്നത്. യൂഷ്വലി ഗോൾഡ് ആൻഡ് സിൽവർ ഇതിന് എക്സംപ്റ്റഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ ആവശ്യമില്ല, ഇ-വേ ബില്ല് വേണ്ട. റോ സിൽക്ക്, വൂൾ ആൻഡ് ഹാൻഡ്ലൂംസ് ഇവയ്ക്കൊന്നും ബേസിക്കലി എന്താ ആവശ്യമില്ലെന്നാണ് പറയുന്നത്, ഇ-വേ ബില്ല് ആവശ്യമില്ല. ഈ എക്സംഷൻസ് ഓർത്തിരിക്കണം, കാരണം ഇങ്ങനെയുള്ള എക്സംഷൻസ് വെച്ചിട്ടാണ് പലപ്പോഴും നമുക്ക് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാറുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ആ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ 50,000 രൂപയ്ക്ക് മുകളിലുള്ള വസ്തുക്കൾക്കാണ് ആ ഒരു ഇ-വേ ബിൽ വേണ്ടത്, ബോത്ത് ഫോർ ഇൻഡസ്ട്രീറ്റ് ആസ് വെൽ ആസ് ഇൻട്രസ്റ്റേറ്റ്. ഇപ്പൊ അതിനകത്തോട്ട് ഗോൾഡും വന്നിരിക്കുന്ന കാര്യം നോക്കാം. പക്ഷേ ഗോൾഡിന് കേരളം പറഞ്ഞിരിക്കുന്ന റേറ്റ് 10 lakhs ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 50,000 അല്ല, 10 lakhs ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പ്രിലിംസിന് വളരെ ആവശ്യമായിട്ട് മാറിയേക്കാവുന്നതാണ്. 98% ഓഫ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് നൗ ഫ്രീ ഓഫ് കാർഡ് ഡേറ്റ താങ്ക്സ് ടു ടോക്കണൈസേഷൻ എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഇത് RBIയുടെ റീസെന്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരമുള്ള ഡേറ്റയാണ്. ഇതിനകത്ത് നമ്മൾ മെയിൻലി പഠിക്കുക, ഇതൊരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ തന്നെയാണ്. എന്താണ് ടോക്കണൈസേഷൻ ഓഫ് കാർഡ്സ് എന്നുള്ളത് നമുക്ക് ആവശ്യമായിട്ട് മാറിയേക്കാം, ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പം നിരന്തരം നമ്മൾ മിക്ക ആൾക്കാരും ഇപ്പം ഓൺലൈൻ ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അതിപ്പം ഫ്ലിപ്കാർട്ട് ആകാം, അല്ലെങ്കിൽ ആമസോൺ ആകാം. ഇവിടങ്ങളിൽ ഇപ്പം നമ്മൾ യൂഷ്വലി UPI പേയ്മെന്റിനാണ് ഉപയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ പോലും നിങ്ങൾ UPI അല്ല ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് അവിടെ കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ പറ്റും. ഈ കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ കാർഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണമല്ലോ. അതിന്റെ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്യണം, അതിന്റെ എക്സ്പയറി ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം, CVV നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം, ഇങ്ങനെയൊക്കെ എൻ്റർ ചെയ്തെല്ലാം കൊടുക്കണം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവർ ചോദിക്കും, നിങ്ങൾക്ക് ഈ കാർഡ് ഡേറ്റാസ് ഇനി സേവ് ചെയ്യണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇങ്ങനെ സേവ് ചെയ്യണമെന്ന് കൊടുക്കും. ഈ എന്തിനാണ് നമ്മൾ ഈ സേവ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് മിക്കപ്പോഴും തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഈ കൊമേഴ്സ് സൈറ്റിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴെപ്പോഴും ഈ കാർഡ് ഡേറ്റ അടിച്ചു എൻ്റർ ചെയ്ത് കൊടുക്കണ്ടല്ലോ. പകരം ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് വൺസ് കാർഡ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി, ആ സേവ്ഡ് കാർഡിനുള്ള കോളം ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ CVV എന്ന് പറയുന്ന നമ്പർ മാത്രം അടിച്ചു കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പ്രകാരം നമ്മൾ മൊബൈൽ ഫോണിലേക്ക് രജിസ്റ്റേഡ് മൊബൈൽ ഫോണിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്ര ഉണ്ടായിരുന്ന പ്രോസസ്. അപ്പം കുറച്ചുകൂടെ കൺവീനിയന്റ് ആക്കാനായിട്ടാണ് നമ്മൾ ഈ കാർഡ് ഡേറ്റ സേവ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ കാർഡ് ഡേറ്റ സേവ് ചെയ്ത് വെച്ചതിന്റെ ഒരു പ്രശ്നം 2021 ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 2021 മൊബീബിക്ക് ഡേറ്റ ഈ പറഞ്ഞ പോലെ ഇതായി പോയി ലീക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ കാർഡിന്റെ ഡേറ്റ ഒക്കെ തന്നെ ആൾക്കാരുടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസുകൾ, അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന സെക്യൂരിറ്റി റിസ്കുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിന് ബദൽ അല്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയിലാണ് RBI പറഞ്ഞ 2021 സെപ്റ്റംബർ തൊട്ടിട്ട് ഈ പറഞ്ഞ ടോക്കണൈസേഷൻ ഓഫ് കോഡ്സ് നിർബന്ധമാക്കി മാറ്റിയത്. അപ്പൊ ഇവിടെ എന്താണ് ടോക്കണൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ആ മെർച്ചന്റ് സൈറ്റിൽ നമ്മൾ കയറിയിട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നു. അവിടെ നമ്മൾ കാർഡ് ഡാറ്റ സെന്റർ ചെയ്ത് കൊടുക്കുമല്ലോ. കാർഡ് ഡാറ്റ സെന്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ സേവിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, സേവിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അവർ ഈ കാർഡ് ഡാറ്റ അവർ സൂക്ഷിക്കാൻ പോകുന്നില്ല. നമ്മൾ സേവിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയൊരു കോളം കൂടെ കാണാറുണ്ട്, സേവ് ദ കാർഡ് ഡീറ്റെയിൽസ് ആസ് പെർ RBI ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാറുണ്ട്. അവിടെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ആക്ച്വലി നമ്മുടെ കാർഡ് ഡാറ്റ സ്റ്റോർ ആകുന്നത് നമ്മുടെ കാർഡിൻ നമ്പറോ കാര്യങ്ങളോ വെച്ചിട്ടല്ല, പകരം വേറൊരു രൂപത്തിലാണ്. ആ രൂപത്തിന്റെ പേരാണ് ടോക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോക്കൺ ആയിട്ടായിരിക്കും അവിടെ സേവ് ചെയ്യുന്നത്. നമ്മുടെ കാർഡിൻ നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കത്തില്ല, ഒരു ടോക്കൺ ആയിട്ടാണ് അവിടെ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഈ പറഞ്ഞ സുരക്ഷിതമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒറ്റ വാക്കിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ എന്താണ് കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ടോക്കണൈസേഷൻ refers to replacement of actual credit and debit card details with an alternative code called token. ഇപ്പൊ ഞാൻ തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ഈ ടോക്കൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കോമ്പിനേഷൻ ഓഫ് കാർഡ്, നമ്മുടെ കാർഡിന്റെ നമ്പർ ഉണ്ടാവും, അതിന്റെ ഒരു കോമ്പിനേഷനും പിന്നെ ടോക്കൺ റിക്വസ്റ്റർ. ടോക്കൺ റിക്വസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആമസോൺ ആണ് അവിടെ ടോക്കൺ റിക്വസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഡിവൈസ്, നമ്മൾ ഏത് ഡിവൈസിൽ നിന്നാണ് ഇത് കയറിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മൂന്നിനും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ആ ടോക്കൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ആ കാർഡ് നമ്പർ ആയിട്ടല്ല, ഇതിന്റെ ഒരു കോമ്പിനേഷൻ, റാൻഡം ഒരു കോമ്പിനേഷൻ നമ്പർ ആയിട്ടാണ് പോകുന്നത്. അത് യൂണീക്കും കൂടി ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കാം. Then the card detail when stored with a merchant is known as card on file. അപ്പൊ ഇങ്ങനെ നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സേവ് ആസ് പെർ RBI ഗൈഡ് ലൈൻസ് ഉള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ മെർച്ചന്റ് സൈഡിൽ ഈ ടോക്കൺ രജിസ്റ്റേർഡ് ആവും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ പേരാണ് കാർഡ് ഓൺ ഫയൽ എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മൾ ഇപ്പോൾ ആമസോണിൽ കയറിയപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ദിവസം ഫ്ലിപ്കാർട്ടിലാണ് കയറുന്നത് ചോദിച്ചു, അവിടെ ഇതുപോലെ നമ്മളോട് ചോദിക്കും സേവ് ആസ് പെർ RBI ഗൈഡ് ലൈൻസ് ചോദിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ കാർഡ് ഡാറ്റ കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ടോക്കൺ വേറെയാണ്. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഒരു ടോക്കൺ എന്നല്ല, ഓരോ സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ ഓരോ ആ കാർഡ് അതുപോലെ തന്നെ ആ ഒരു ടോക്കൺ റിക്വസ്റ്റർ ഡിവൈസ് ഇതിനനുസരിച്ചാണ് യുണീക്ക് ആയിട്ട് മാറുന്നുള്ള കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് മാറും, ടോക്കൺ മാറും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആമസോണിൽ കൂടെ തന്നെ നമ്മുടെ കാർഡ് ഓക്കെ നമ്മൾ പുതിയൊരു ഡിവൈസിലേക്ക് കയറി എന്ന് ചോദിച്ചു, പുതിയ നമ്മുടെ വേറൊരു ഫോണിൽ കയറി, അന്നേരം വീണ്ടും ചോദിക്കും ഇതിനകത്ത് സേവ് ചെയ്യണോ. അങ്ങനെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ വേറൊരു ടോക്കൺ ആണ്, ബിക്കോസ് അവിടെ എന്ത് മാറി, ഡിവൈസ് മാറി, കാരണം വേറൊരു ടോക്കൺ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം തൊട്ടിട്ട് അവിടെ നമ്മൾ സേവ്ഡ് കാർഡ്സിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടോക്കൺ ആ കയറി വരുന്നത്, അല്ലാതെ നമ്മുടെ കാർഡിന്റെ ഡീറ്റെയിൽസ് അല്ല കയറി വരുന്നത്, ആ ടോക്കൺ ആ കയറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞാൽ നമുക്ക് ടോക്കൺ എൻ്റർ ചെയ്യുന്ന കയറി വരുന്നു, പിന്നെ നമുക്ക് ആ CVV മാത്രം അടിച്ചാൽ മതി. CVV അടിക്കുന്നു, ഈ പറഞ്ഞ OTP കൊടുക്കുന്നു, നമുക്ക് ആ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ടോക്കണൈസേഷനോട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളൂ. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കാർഡിന്റെ ഡീറ്റെയിൽസ് അവിടെ സേവ് ചെയ്യാൻ പാടില്ല. കാർഡ് ഡീറ്റെയിൽസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് പോയി, അത് മീൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കാർഡ് ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നില്ല, പകരം ഈ പറഞ്ഞ രീതിയിൽ ടോക്കൺ ആയിട്ട് സേവ് ചെയ്യുന്നത് കുറച്ചുകൂടെ സെക്യൂരിറ്റി ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കാർഡ് ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ ടോക്കണൈസേഷൻ റീപ്ലേസസ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് 16 ഡിജിറ്റ് നമ്പർ വിത്ത് യൂണിക് ടോക്കൺ. യൂണിക് ടോക്കൺ എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിക് ഇരിക്കുന്ന കാർഡ് ഡാറ്റ, പിന്നെ ഈ പറഞ്ഞ ടോക്കൺ റിക്വസ്റ്റർ, പിന്നെ ഈ പറഞ്ഞ പോലെ ഡിവൈസ്, ഈ മൂന്ന് വെച്ചിട്ടാണ് യൂണിക് ആകുന്നത്. അത് അതിനകത്ത് ഓരോന്ന് മാറുന്നതിനനുസരിച്ച് യൂണിക്നെസ് മാറിക്കൊണ്ടിരിക്കും. യൂണിക് ടോക്കൺ ദാറ്റ് ഇസ് സ്പെസിഫിക് ടു ജസ്റ്റ് യുവർ കാർഡ് ആൻഡ് ഇസ് വാലിഡ് ഫോർ വൺ മെർച്ചന്റ് അറ്റ് എ ടൈം. വൺ മെർച്ചന്റ് മാത്രമേ ആ ടോക്കൺ ആയിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ അതേ കാർഡ് വെച്ച് വേറൊരു മെർച്ചന്റ് എടുത്ത് ചെല്ലുമ്പോൾ അത് വേറൊരു ടോക്കൺ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. And the token mask ആക്ച്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ the token mask or hides the true details of your card. So in case there is a data leak from the merchant website, the fraudster cannot misuse the card. ആ കാർഡ് വേറൊരാൾക്ക് മിസ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ആ മെർച്ചന്റ് സൈറ്റ് ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കിട്ടും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്കണൈസേഷൻ കൊണ്ടുവരുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഈ ടോക്കണൈസേഷനിലൂടെ നമ്മുടെ കാർഡ് ഡേറ്റാസ് ആർക്കും സേവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ തെറ്റാം. ഈ കാർഡ് ഡേറ്റാസ് നിലവിൽ RBI പെർമിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാർഡ് നൽകുന്ന ഇഷ്യൂർ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറയുന്ന വിസ അല്ലെങ്കിൽ റുപേ കാർഡ് എന്നൊക്കെ പറയല്ലേ, ആ സോറി നമ്മുടെ ആ ഒരു കാർഡ് ഇഷ്യൂറിന് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രൊവൈഡറിന്. ഓക്കെ, അപ്പൊ കാർഡ് ഇഷ്യൂവർ ഓർ നെറ്റ്വർക്ക് പ്രൊവൈഡറിന് വേണമെങ്കിൽ നമ്മുടെ കാർഡ് ഡേറ്റാസ് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇവരല്ലാതെ വേറൊരാൾക്ക് അത് സൂക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത് RBI ടോക്കണൈസേഷൻ കൊണ്ടുവന്ന് 2021 ശരി പറഞ്ഞ 2019 ജനുവരി കൊണ്ടുവന്നതാണ്. പക്ഷെ അന്ന് മെർച്ചന്റ്സ് എല്ലാവരും ഞങ്ങൾക്ക് ഇനി സാവകാശം വേണം, ഇതാകാനുള്ള ടൈം വേണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് 2021 സെപ്റ്റംബറോടുകൂടിയാണ് നടപ്പാക്കി തുടങ്ങിയത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇപ്പം കമ്പൽസറി ടോക്കണൈസേഷൻ ആണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. സോ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് ടോപ്പിക്, 30 ഡെഡ് 60 ഇഞ്ചേർഡ് ഇൻ എ സ്റ്റാമ്പേഡ് ആസ് ക്രൗഡ് സർജ് അറ്റ് മഹാകുംഭ് എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഇങ്ങനെ ഇന്നലെ നിങ്ങൾ ന്യൂസിനകത്ത് കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഈ ഒരു മഹാകുംഭമേളയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു റിച്വൽ നടക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. മൗനി അമാവാസ്യ ഡിപ്പ് നടക്കുന്ന ദിവസമായിരുന്നു. അപ്പൊ അതിലേക്ക് വന്ന ആളുകളാണ് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ബാരിക്കേഡ് തകർന്ന് 60ഓളം പേർക്ക് ഇഞ്ചുറി പറ്റുകയും 30ഓളം പേര് മരണമടയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞ
മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനകത്ത് പഠിക്കുന്ന ടോപ്പിക്കാണ് ഈ സ്റ്റാമ്പേഡ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കാം, ഇതിന്റെ കുറച്ച് കണക്കുകളൊക്കെ ഉണ്ട്. സ്റ്റാമ്പേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ഡിസ്ട്രപ്ഷൻ ഓഫ് ദ ഓർഡർലി മൂവ്മെന്റ് ഓഫ് ക്രൗഡ്സ്. അതായത് നോർമൽ ആയിട്ട് ക്രൗഡ്സ് മൂവ് ചെയ്യുന്ന ആ ഒരു ഓർഡറിന് ഡിസ്ട്രപ്ഷൻ സംഭവിക്കുമ്പോഴാണ് ഈ സ്റ്റാമ്പേഡ് ഉണ്ടാകുന്നത്, വിച്ച് ലീഡ്സ് ടു ഇഞ്ചുറീസ് ആൻഡ് ഫാറ്റലിറ്റീസ്. ദിസ് ഇമ്പൾസീവ് മാസ് മൂവ്മെന്റ് ഓഫ് ക്രൗഡ് ഓഫൺ ടേക്സ് പ്ലേസ് ഇൻ റെസ്പോൺസ് ടു എ പെർസീവ്ഡ് ഡേഞ്ചർ. അതായത് എന്തെങ്കിലും ഒരു അപകടങ്ങൾ, ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റാമ്പേഡ്സ് ഉണ്ടാകാറുള്ളത്. ഇപ്പൊ നമ്മൾ പണ്ട് ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ കുസാറ്റിൽ കോളേജിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പരിപാടി നടക്കുന്നതിന് മുമ്പാകെ ഈ പറഞ്ഞ അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ സ്റ്റാമ്പേഡ് ഇഷ്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ കണക്കുകൾ നോക്കുവാണെങ്കിൽ, സ്റ്റാമ്പേഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നോക്കുവാണെങ്കിൽ 2000 മുതൽ 2013 വർഷത്തെ കണക്ക് പ്രകാരം ഓൾമോസ്റ്റ് 2000 പേരാണ് ഈ സ്റ്റാമ്പേഡ്സ് മൂലം ഇന്ത്യയിൽ മരണമടഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി 2013 ഒരു ഇന്റർനാഷണൽ ജേണൽ ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പഠന പ്രകാരം ഔട്ട് ഓഫ് ദാറ്റ് റിലീജിയസ് ഗ്യാതറിംഗ്സ് ആൻഡ് പിൽഗ്രിമേജ് ഹാവ് ദ വെന്യൂസ് ഫോർ 79% സ്റ്റാമ്പേഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റാമ്പേഡ്സിന് 79% കോസ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിൽ റിലീജിയസ് ഗ്യാതറിംഗ്സ് ആൻഡ് പിൽഗ്രിമേജസ് വേദിയിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കുക. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ബേസിക്കലി നടന്നിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലും 121 പേര് ഈ പറഞ്ഞ പോലെ UP-യിൽ വെച്ചിട്ട് സത്രയിൽ ഈ പറഞ്ഞ പോലെ മരണമടഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു വാർത്ത നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതെല്ലാം ഈ റിലീജിയസ് ഗ്യാതറിംഗ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബിക്കോസ് അവിടങ്ങളിൽ പലപ്പോഴും ക്രൗഡിനെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ടതെന്നുള്ള പലപ്പോഴും അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കണം. ഈ അറേഞ്ച്മെന്റുകൾ ഫ്ലോപ്പ് ആയി പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സ്റ്റാമ്പേഡ്സ് വരാറുള്ളത്. അപ്പൊ ഇതിനകത്ത് സ്റ്റാമ്പേഡ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പറയുവാണെങ്കിൽ പാനിക് ഓർ എക്സൈറ്റ്മെന്റ് ആണ് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഈ പാനിക് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇതിനകത്ത് ഫസ്റ്റ് വൺ പാനിക് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ്. നമ്മളൊരു വേദിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്നു പോകുമ്പോഴേക്കും അവിടെ ഒരു വേദി തകരുന്നതായിട്ട് പെട്ടെന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. നമ്മളെല്ലാവരും ഈ പറഞ്ഞു ഒരു വ്യക്തിയെ നേരിക്കില്ല, അതിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെല്ലാം തന്നെ പുറകോട്ട് മാറാനുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് ഓടാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഓർഡർലി മൂവ്മെന്റ് നഷ്ടപ്പെടും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ സ്റ്റാമ്പേഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ഹ്യൂമൻ എറർ മൂലമാകാം, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും ഇങ്ങനെ സിറ്റുവേഷൻസ് വരാം, പാനിക് സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇനി എക്സൈറ്റ്മെന്റ് എപ്പോഴാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റൻഡൻസ്, എന്തെങ്കിലും ഒരു വേദി ഒരു മ്യൂസിക്കൽ ഇവന്റ് നടക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും തിങ്ങി നിൽക്കുകയാണ്, ക്രൗഡഡ് ആണ്. പെട്ടെന്നായിരിക്കും നമുക്ക് ആ ഒരു ഇഷ്ടമുള്ള ആ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ഈ പറഞ്ഞ സിംഗർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ വേദിയിലേക്ക് വരിക. അപ്പൊ ആൾക്കാർ കൂടുതലും എക്സൈറ്റഡ് ആവും. അപ്പോൾ അവിടെ അറ്റൻഡൻസ് ലെവൽ ഈ പറഞ്ഞ പോലെ കൂടുകയും അങ്ങനെ പെട്ടെന്ന് ഒരു ക്രൗഡ് പുൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, ആക്ഷൻ ബൈ പെർഫോമേഴ്സിന്റെ ആക്ഷൻ മൂലം. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ വലിയ വലിയ ഫംഗ്ഷൻസ് നടക്കുന്ന വേദികളിൽ പണ്ട് കാലം നിങ്ങൾക്ക് അറിയാം വേദിയിൽ വിട്ട് ഈ പറഞ്ഞ പോലെ പാട്ടുകാർ മീൻസ് ഓഡിയൻസ് അടുത്തേക്ക് വരുമായിരുന്നു. ഇപ്പം പൊതുവിൽ അത് റെസ്ട്രിക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു വേദിക്ക് നടുവിൽ ഈ പറഞ്ഞ പോലെ ഒരു വാക്കിംഗ് വേ ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് അങ്ങനെ ആ ഒരു വേദി വിട്ടിട്ട് സ്റ്റേജ് വിട്ടിട്ട് ക്രൗഡിനിടയിലേക്ക് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിംഗേഴ്സ് ഒക്കെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അത് ജനങ്ങളുടെ എക്സൈറ്റ്മെന്റ് വർദ്ധിപ്പിക്കും. അങ്ങനെ വരുമ്പോഴേക്കും അത് ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോവുകയും ഇങ്ങനെയുള്ള സ്റ്റാമ്പേഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പം ഇതിൽ പാനിക് എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഓവർ ക്രൗഡിങ് ഇവാക്യുവേഷൻസ് പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഓവർ ക്രൗഡിങ് ഇവാക്യുവേഷൻസ്, ദെൻ ഹൈ ഡെൻസിറ്റി വെലോസിറ്റി, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന പാനിക് ഓർ എക്സൈറ്റ്മെന്റ് ആണ് ഇതിലുള്ള സ്റ്റാമ്പേഡ് ഇഷ്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബിക്കോസ് ഈ പാനിക് എക്സൈറ്റ്മെന്റ് വരുമ്പോഴേക്കും ആൾക്കാർ തള്ളും. ആ തള്ളു വരുമ്പോഴേക്കുമാണ് ഇവാക്യുവേഷൻ അല്ലെങ്കിൽ ക്രൗഡിങ് എഫക്ട് വരും. അങ്ങനെ ഒരു ഓവർ ക്രൗഡിങ് ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ക്രഷ് ഡിസാസ്റ്റേഴ്സ്, ആൾക്കാർ ഞെങ്ങി നെരുങ്ങി ഈ പറഞ്ഞ ഡിസാസ്റ്റർ വരിക, സഫോക്കേഷൻ ഉണ്ടാകുക, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കാണ് ഇത് എന്തായിട്ട് മാറുന്നത്, സ്റ്റാമ്പേഡ്സ് ആയിട്ട് മാറപ്പെടുന്നത്. ഇനി ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴേക്കും സ്റ്റാമ്പേഡ്സ് വരുമ്പോൾ അത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ട്രോമ ആൻഡ് ലോസ്. അതായത് ഇങ്ങനെയുള്ള ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 30ഓളം പേര് മരണമടഞ്ഞു, സ്റ്റിൽ കൗണ്ടിങ് ആണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് 30ഓളം വീടുകൾ അല്ലെങ്കിൽ 30 കുടുംബങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അവരുടെയൊക്കെ തന്നെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു മെന്റൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ മെന്റൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ട്രോമ ആൻഡ് ലോസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്, എസ്പെഷ്യലി ഫോർ ദോസ് ഹു ലോസ്റ്റ് ലവ്ഡ് വൺസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വർഷം UP-യിലുണ്ടായിരുന്നു 121 പേരാണ് അവിടെ ഹത്രാസിൽ വെച്ചിട്ടുണ്ടായ ഒരു സ്റ്റാമ്പേഡിൽ മരണമടഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും കുടുംബങ്ങളിൽ ലവ്ഡ് വൺസ് ആണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. മേ ബി അങ്ങനെ വരുമ്പോഴേക്കാണ് ആ ഒരു ലവ്ഡ് വൺസ് പോകുന്ന അവരും ആ ഒരു ഫാമിലിയുടെ ബ്രെഡ് വിന്നർ കൂടിയായിരിക്കും, അവിടെ വർക്ക് ചെയ്ത് ഇൻകം ഉണ്ടാകുന്ന ആൾ കൂടിയായിരുന്നായിരിക്കും ആ നഷ്ടപ്പെട്ടത്. അങ്ങനെ വരുമ്പോഴേക്കും ആ കുടുംബത്തിന്റെ എക്കണോമിക് സിറ്റുവേഷൻ തന്നെ ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോകാനുള്ള അല്ലെങ്കിൽ ലോസ്റ്റ് ആകാനുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇറോഷൻ ഓഫ് ട്രസ്റ്റ്, ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു പരിപാടിയെ തന്നെ ഈ പറഞ്ഞ ആളുകളുടെ ട്രസ്റ്റ് നഷ്ടപ്പെടും. അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ പോകും, വിശ്വസിച്ച് പോകും, അവിടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, എല്ലാ വർഷവും കേൾക്കുന്നതാണ്. അപ്പൊ അവിടെ ഞാനും പോയി കഴിഞ്ഞാൽ ആ ഒരു അപകടങ്ങളിൽ പെടുവോ, അങ്ങനെയൊക്കെയുള്ള ട്രസ്റ്റിനകത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഇറോഷൻ ഓഫ് ട്രസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. ഇനി ഇങ്ങനെയുള്ള ചലഞ്ചസ് എങ്ങനെ നമുക്ക് ഓരോ ചലഞ്ചസ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇങ്ങനെ നമ്മൾ പലപ്പോഴും എൻഷുർ ചെയ്യാറുണ്ട്. പക്ഷെ അതെല്ലാം തകർത്തുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് അഡോപ്ഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻസ് ആണ്. അതായത് NDM നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കൃത്യമായിട്ടും ഒരു വേദിയിൽ ഇപ്പോൾ സ്റ്റാമ്പേഡ് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒന്നും പലപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാതെ വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള സ്റ്റാമ്പേഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ റൈസിംഗ് പോപ്പുലേഷൻ, ഇന്ത്യയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്, 140 കോടി ജനസംഖ്യയുള്ള രാജ്യമാണ്. അപ്പൊ അവിടങ്ങളിൽ
അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വേദിയിൽ ഒരു പരിപാടി നടക്കുമ്പോഴേക്കും കൂടുതൽ എസ്പെഷ്യലി മാസ് ഗ്യാതറിംഗ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ചിലപ്പോൾ നമ്മൾ വന്നു പോയേക്കും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ മൂന്നാമത്തെ പോയിന്റ്, ഗ്രേറ്റർ ടോളറൻസ് ടു ക്രൗഡ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന വേദിയിൽ നമ്മൾ അത്യാവശ്യം ക്രൗഡ് ടോളറേറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ലെവലിലേക്ക് വരുമ്പോഴേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രൗഡ് ആൾക്കാർ തന്നെ ടോളറേറ്റ് ചെയ്ത് ആ ക്രൗഡിനോടൊപ്പം ആൾക്കാരങ്ങ് നീങ്ങും. ഒരു താങ്ങാൻ പറ്റാത്ത ലെവൽ എന്ന് പറയുമ്പോഴേക്കും ഒട്ടും താങ്ങാൻ പറ്റാത്ത ലെവലായിരിക്കും. നേരെ സഫോക്കേഷൻ വരികയും ഈ പറഞ്ഞ പോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെയൊക്കെ വരുമ്പോഴേക്കാണ് ഒന്നും തള്ളും വരികയും ഈ പറഞ്ഞ രീതിയിൽ സ്റ്റാമ്പേഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. പിന്നെ ഗവേണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. ഓപ്പൺ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NDMA ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ആ പറയുന്ന ഗൈഡ് ലൈൻസ് പലപ്പോഴും പാലിക്കപ്പെടാറില്ല. അങ്ങനെ വരുമ്പോഴേക്കുമാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാകുള്ളത്. ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ഓൺ പാർട്ട് ഓഫ് അതോറിറ്റീസ് ആണ് മെയിൻലി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നതിന്റെ ചലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ദെൻ ഇത്രയാണ് ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ MCQ ആണ്. GSLV റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 സ്റ്റേജ് MCQ ആണ്. ബട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.